ഷോ യുവർ മിനി GT BMW കളക്ഷൻ ബ്രോ. പിന്നെ ഇതൊക്കെ പൂട്ടിക്കെട്ടി വച്ചിരിക്കുന്നത് തന്നെ നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിട്ട്. ആരെങ്കിലൊക്കെ കാണിക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. കൈഡ ഹൗസ് മിനി GT ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കാണാം. ആദ്യം തന്നെ കൈഡ ഹൗസിന്റെ M3 വേർഷൻ 1ന്റെ ചേസ് ആണ്. ജീവിതത്തിൽ ഒരിക്കലും ചേസിന്റെ പുറകെ പോയില്ലെന്ന് ഓർത്ത ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ചേസ് ആണ് കൈഡ ഹൗസിന്റെ. വേറെ 2 ചേസ് കൂടെ വരാനുണ്ട്, പക്ഷെ തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ. കൈഡ ഹൗസിൽ M3യുടെ ചേസ് അല്ലാത്ത ബാക്കി 3 കയ്യിലുണ്ട്. ബാക്കി 3 എന്റെ അടുത്ത് നോർമൽ വേർഷൻസ് ഉണ്ട്. ഇതിൽ റെഡിന്റെ ചേസ് ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ബ്ലൂവും ഓറഞ്ചിന്റെയും ചേസ് ഞാൻ ഒപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു 1:64 സ്കെയിലാണ് സത്യം പറഞ്ഞാൽ കൈഡോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോഡൽസ് ആണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ നിങ്ങൾ വിചാരിച്ച ഐറ്റം അല്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇതാണ് മോസ്റ്റ് വാണ്ടഡിന്റെ M3 E46. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൈക്കലായിക്കോ. നമ്പർഡ് ആണ്. minigarage.in എന്ന് പറയുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഞാൻ താഴെ കൊടുത്തേക്കാം. ഒരു മലയാളി തന്നെയാണ് ഇതിന്റെ സെല്ലർ. നമ്മുടെ മുമ്പത്തെ മംസാറിലെ ഒരു സെല്ലർ കൂടെ. പിന്നെ ഉള്ളത് ഒരു 635 CSIയുടെ ഒരു ട്രൂ സ്കെയിൽ മോഡലാണ്. നല്ല ഡീറ്റെയിൽ സാധനമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്രൂ സ്കെയിൽ ആണ് BMW 2002ന്റെ ഈ 2 മോഡൽ. ഈ കാണുന്നത് ടൈം മൈക്രോയുടെ BMW M4 HKS ആണ്. NFSന് മുമ്പ് കാണിച്ച അതേ ഷെയറുള്ള M3യും ഇതും വാങ്ങിച്ചത് ടർബോ എന്ന് പറഞ്ഞ പേജാണ്. ഞാൻ താഴെ മെൻഷൻ ചെയ്യും. മിനി GT സീരീസിൽ എന്റെ കയ്യിലുള്ള തുറുപ്പുകുലാനാണ് ഈ കാണുന്ന M3 E30. കാര്യം ഇത് ഹോങ്കോങ് എഡിഷൻ ആണ്. വെരി ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇത് എത്ര വാല്യുബിൾ ആണ് അൺസീൽ പോലെ ഞാൻ ചെയ്തിട്ടില്ല. ഇനി കുറച്ച് മിനി GT സീരീസുകളാണ്. മിനി GTയുടെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. പെട്ടിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. BMW കളക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായതുകൊണ്ട് അടുത്തത് ഏത് ലൈനിൽ പിടിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോക്കറ്റ് രക്ഷിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചാളത്തേക്ക് കളക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സത്യം പറഞ്ഞാൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇതുപോലുള്ള കളക്ഷൻസ് ഉണ്ടെങ്കിൽ എടുത്തൊന്ന് പൊടിതിട്ട് വെക്കുമ്പോൾ നല്ല സുഖം. ഹോട്ട് വീൽസ് BMW ആണ് തീർത്തത്. മിനി GT ഒക്കെ ഇനിയും കുറെ ഉണ്ട്. കളക്ട് ചെയ്ത് ഗ്ലൗസിൽ വരെ ഓട്ടോ വീണു. ഇടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഫിംഗർ പ്രിന്റും ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ അങ്ങ് വയ്ക്കും. BMW കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ഫാൽക്കന്റെ ഡിസ്പ്ലേ സീരീസ്. ആ പരാന്ത് കാരണം അക്കോഡിൽ ഞാൻ ഇട്ടത് ഫാൽക്കന്റെ ടയർ. പക്ഷെ അത് പിന്നെ ഒരു ദിവസം സംസാരിക്കാം.